ഹലോ ഗായ്സ്, വെൽക്കം ടു സാറ്റർഡേ വ്ളോഗ്. നമ്മളപ്പോൾ ഇന്ന് വെറുതെ ഇരിക്കാം. അപ്പോൾ വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. രാവിലെ ജിമ്മിന് പോകും. അത് കഴിഞ്ഞ് വന്ന് ഇന്ന് വർക്കൊന്നുമില്ല. അപ്പോൾ അതെ, കാണാം എന്തൊക്കെ ഉണ്ടാവാൻ പോവാണ്. പോയിട്ട് വരാം. ബൈ ഗായ്സ്. നമ്മളിപ്പോൾ ജിമ്മ് കഴിഞ്ഞ് വന്നു. ഇന്ന് നമ്മൾ എന്താണ് ഗായ്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? പിന്നെ മുട്ട അവിടെ ആയിട്ടുണ്ട്. നമ്മൾ ജിമ്മിന് പോകുമ്പോൾ ഇൻജക്ഷൻ എന്നിട്ട് രാത്രി അതെ രാത്രി ഇതിലെ സംസാരിക്കാൻ വ്ളോഗ് ട്രെയിനർ നിജിലാണ് മെയിൻ. ജിമ്മിലെ സ്പോർട്സ് ആയിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. യൂണിഫോം പാൻറ് പാവിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ 3 മാസം കഴിഞ്ഞാൽ കണ്ട മുഖവും ശരീരം നോക്കണം. ഇങ്ങനെ ഉണ്ടാവും. ഞങ്ങൾ തിരിച്ചറിയില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് കമന്റ്. ഇവിടെ വൗട്ടിയും കൂടി ഉണ്ട് ഗൈസ്. വൗട്ടിനെ കാണിക്കാം. വൗട്ടിന്ന് വെജ് കാണിക്കാം. 6 മണി വരെ സാറ്റർഡേ വെജ് ഇല്ല. 6 മണി വരെ സാറ്റർഡേ വെജാണ്. നിജില ട്യൂസ്ഡേ. ഇവിടെ എന്തുമ്പോ ഇവിടെ PG കാണിച്ചിട്ടാണ് ഗൈസ്. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്ന സ്ഥലം. നമുക്കിവിടെ TV ഒക്കെ ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് ലോഡിങ്. അങ്ങനെ നമ്മൾ സാറ്റർഡേത്തെ മെയിൻ പരിപാടിയായ അലക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിലാണ് അലക്കാൻ പോകുന്നത്. അതെ, ഇതാണ് ഒരു സാറ്റർഡേയിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ ഏരിയ കാണാനുള്ളത്. Guys, this is Bengaluru. ഞാൻ അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. വാവുട്ടിനെ കഷ്ടപ്പെട്ട് വെറുതെ നിന്നോട് ഹെൽപ്പ് ചെയ്തു. ഞാനിപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ അലക്കും ഞാൻ കൊണ്ടുവിടും. സോ ഇതിപ്പോൾ അലക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടല്ലേ. അതെ അതെ. കൂടെ അലക്കി വന്ന് കുളിച്ചിട്ടൊക്കെ നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ പോവാണ് ഗൈസ്. അപ്പം ഇനി പുറത്ത് പോയിട്ടുള്ളത് അടുത്തത് കാണാം. നമ്മളെവിടെയാ പോകുന്നു? സംഭവം നമുക്ക് ഓർമ്മയെങ്കില റോഡിൽ വിൽക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് ഗൈസ്. ആണ് നമ്മുടെ ഷോപ്പിംഗ് സെന്റർ. നമ്മൾ ഇവിടെ അതെ ഗൈസ്, പറയൂ അഭിപ്രായം. 10 അത്രല്ലേ. അതെ, ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. നമ്മളപ്പോൾ ഇവിടെ നിന്നെങ്കിലൊക്കെ നോക്കിയിട്ട് വരാം. നമ്മൾ മാളുവിൻ്റെ ചേച്ചിക്ക് ചുരിദാർ നോക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഓൺലി 700. വാവുട്ടി, വാട്ട് ഡു യു വാണ്ട്? വാവുട്ടിത് സ്കേർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി മിസ് മാളവികാകുമാരന് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ 1 മാസം കഴിഞ്ഞ് മാളവികനെ കണ്ടോ തിരിച്ചറിയൂല. അപ്പം നമ്മളിപ്പോൾ ഇവിടെ അവിടെ പൊക്കോണ്ടിരിക്കാം. എങ്ങനെയുണ്ടോ ലിവിയിൽ വന്നിട്ട്? എന്ത്? അതെ, മാളവിക ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ട് ഗൈസ്. അതെ, അതിന് നമുക്ക് അങ്ങനെ ആവശ്യമില്ല. നീ നോക്ക്, നാച്ചുറൽ ബ്യൂട്ടിയുടെ നോക്ക്. മാളവിക വിട്ടിങ്ങനെ നമ്മളിങ്ങനെ ഏസിയൊക്കെ കാരണം നന്നായി. പുറത്ത് നല്ല ചൂട്. ഇവിടെ PGയുടെ അതിലും ചൂട്. ഇവിടെ നല്ല സെറ്റ്. അത് ഇങ്ങനെ എല്ലാ അപ്പോയിൻമെൻറ്റിനും മാളൂടെ കൂടെ പറഞ്ഞിട്ട് പുതിയ കേസ് വാങ്ങിയിരിക്കുകയാണ്. അവിടെ ഡീറ്റെയിൽസ് പറയും. സർപ്രൈസ് വരുന്നുണ്ട്. അടുത്ത ആഴ്ച വ്ളോഗ് ഇടുന്നുണ്ട്. അതെ അതെ, സർപ്രൈസ് ഉണ്ട്. കണ്ടിരുന്നു. വെയിറ്റ് ചെയ്തോളൂ. വാവുട്ടിയുടെ കേസ് എങ്ങനെയുണ്ടെന്ന് പറയാം ഗൈസ്. രസമുണ്ട്. ഷോപ്പിങ്ങിന് ഇറങ്ങിയെന്ന് ചിന്തിക്കണം. അടുത്ത ആഴ്ച വാവുട്ടിയുടെ കല്യാണമാണ്. നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മാള അവിടെ ഉള്ളിൽ ട്രീറ്റ്മെൻറ്റാണ്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് കയറാൻ വെച്ചു. കണ്ടു നോക്കാം.
നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മളൊരു കണ്ണട വാങ്ങിച്ചിട്ടുണ്ട്. ജസ്റ്റ് 200. ഇതൊന്ന് ക്വാളിറ്റിക്ക് ഉള്ളതെന്ന് പറയണത്. ഞാൻ 200 അല്ലെങ്കിൽ 250 പറഞ്ഞു. ഞാൻ 200 ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചു ഗൈസ്. അങ്ങനെ അപ്പം ഡോയ്മെൻ്റ് കഴിഞ്ഞ് വരുന്നുണ്ട്. മാസ്ക് ഒക്കെ ഇട്ടിട്ട് വരുന്നത് എന്താണെന്നറിയില്ല. മുഖത്ത് വല്ല ഇഞ്ചക്ഷൻ കുത്തില്ലേ അതൊന്നും വാങ്ങിച്ചു ഗൈസ്. കൊണ്ട് ഞാൻ ഒരു പൊട്ടത്തിനും കൊണ്ട് നമ്മരെന്താണ് നടക്കാണ്. അത് നമ്മളിത് രാവിലെ കണ്ടെത്തിയതാ. ഇതുവരെയായിട്ടും ഈ ഒരു സ്ട്രീറ്റ് വിട്ട് പോയിട്ടില്ല. വീണ്ടും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്ന ഏരിയ. ഇവിടെ കമ്മലുണ്ട്. അവസാനം കോർമംഗലം മൊത്തം കറങ്ങി തിരിഞ്ഞ് നമ്മള് നെക്സസ് മോളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നെക്സസിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാതും റോഡ് സൈഡിൽ വാങ്ങിയ സാധനങ്ങളൊക്കെ കവറിൽ നമ്മളന്ന് ഒന്നിലൂടെ ലോക്കലായി പോണ്. എന്തായാലും മോളിൽ വന്നായിരുന്നു നമുക്ക് കുറച്ച് വൃത്തിയാവുന്നത്. ലിപ്സ്റ്റിക്കൊക്കെ ഇടാണ്ട് നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ കുറച്ച് ഷോപ്പിംഗ്. എനിക്കിത് ഇഷ്ടമായി. നമ്മളപ്പോൾ ഇന്നത്തെ പുറത്തുള്ള കറക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പേജിലേക്ക് പോവാണ് ഗൈസ്. ജസ്റ്റ് ഓട്ടോ കയറി. അപ്പോൾ ശരി, രാത്രി നമ്മളെന്തിനാ വന്നിവ കുട്ടി? തുണി എടുക്കാൻ വരണം. കാലത്തെ ഉച്ചക്കിട്ടത്. യെസ്, കാലിലെല്ലാം ഉച്ചയൊന്നായിട്ടില്ല. നമ്മൾ 11 മണിയാ പരക്കിട്ട. അതെ. നമ്മളപ്പോൾ പുറത്തൊക്കെ പോയി വന്ന് കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി എണീറ്റ് ഫുഡൊക്കെ കഴിച്ച്. എനിക്കാണ് ഇന്ന് ഈ ഒരു ഫേസ് നമ്മൾ കണ്ടിട്ടില്ല. ഭയങ്കര ടയേർഡായിട്ട് നമ്മളിവിടെ പുറത്തൊന്നും വന്നില്ല. അതെ. അപ്പോൾ ഇനി നമ്മൾ വല്ല ഗെയിമൊക്കെ കളിച്ച് സാറ്റർഡേ അങ്ങനെ തീരും. ഗെയിം കളിക്കുമ്പോൾ സാറ്റർഡേ വിടും. അതെ, നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം വൈകിട്ട് ഇപ്പോൾ. അതെ, സോറി. ബൈ ബായ് പറയാൻ നേരമായി ഗൈസ്. നമ്മളെല്ലാവരും ഗെയിമൊക്കെ കളിച്ചപ്പോൾ ഇന്നത്തെ സാറ്റർഡേ അവസാനിക്കാണ്. മെയിൻ ഐറ്റം ബായ് പറ ഗൈസ്. എല്ലാവരും ബായ് പറ. ബൈ.